ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാജ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് എല്ലാവരും കഴിക്കൽ. ഇനി ഈ പെരുന്നാളിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടി 1/2 കിലോ മൈദയും അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ നെയ്യുണ്ടല്ലോ, ഒന്ന് മെൽറ്റാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. പുട്ടുപൊടിയൊക്കെ നനക്കുന്നില്ലേ, ആ രീതിയിലാണ് ഒന്ന് തിരുമ്മി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കല്ലോ, അതിനേക്കാളും വെള്ളം കുറച്ചൊഴിച്ച് നല്ല കട്ടിക്കന്നെ കുഴച്ചെടുക്കണം. ദയ്യൊരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇതൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിന് ഉരുട്ടിയെടുക്കേണ്ട ഉരുളയുണ്ടല്ലോ, അല്പം വലിയ സൈസിലാണ്. പിന്നെ അതിന് മുന്നേ ആയിട്ട് ഇതിന് തേക്കാൻ വേണ്ടി ഒരു ക്രീം ആവശ്യമുണ്ട്, ഒരു പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് ഡാൽഡയും 1/2 കപ്പ് കോൺഫ്ലോറും എടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലൊന്ന് കലക്കിയെടുക്കണം. ഇത് ഈ പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഇനി അല്പം വലിയ സൈസിലുള്ള ഉരുള എടുത്തതിന് ശേഷം വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരത്തിയെടുക്കുമ്പോൾ വളരെ നേർമയായി തന്നെ പരത്തിയെടുക്കണം. കട്ടിക്കാണ് പരത്തിയെടുത്തതെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് തോന്നും, നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഞാനിവിടെ വളരെ നേർമയായി തന്നെ പരത്തിയിട്ടുണ്ട്. ഇനി പിശുക്കൊന്നും കാണിക്കാണ്ട് നന്നായിട്ട് ഈ ഡാൽഡ മിക്സ് തേച്ച് കൊടുക്കണം. ഡാൽഡ മിക്സ് ഉണ്ടല്ലോ, ഇപ്പം മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഭാഗത്തും ഡാൽഡ മിക്സ് ആവാണ്ടിരിക്കരുത്. ആ രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം താഴെ നിന്നും മുകളിലേക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റോൾ ചെയ്തെടുത്തല്ലോ, നല്ലപോലെ ടൈറ്റാക്കി റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് 3/4 ഇഞ്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് മുകൾ ഭാഗത്താണുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗത്ത് നോക്ക്, ഞാൻ കാണിച്ചിരുന്ന ശ്രദ്ധിച്ചാൽ മതി. ഈ രീതിയിൽ പ്രസ് ചെയ്തിട്ട് ആ പ്രസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ റോളർ വെച്ചിട്ട് നല്ലപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തല്ല പരത്തിയെടുക്കേണ്ടത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും കാണിക്കാം. കട്ട് ചെയ്ത ഭാഗം മുകളിലല്ലേ, അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് റോൾ ചെയ്തെടുക്കണം. തിന്നായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 5 6 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര സിറപ്പ് പാകാവുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടുണ്ടാവണം. എന്നിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ, ഏകദേശം ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. കാജയെല്ലാം നല്ലപോലെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ തീ കൂടിപ്പോകണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഷുഗർ സിറപ്പ് പാകാൻ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റായി. വളരെ ചെറിയ തീയിലായിരുന്നു. നല്ല പോലെ ഒട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ അല്പം ഫുഡ് കളർ, അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എന്തിനാണ് നാരങ്ങ നീര് ചേർക്കുന്നതെന്നറിയോ? ഇല്ല എങ്കിൽ ഇത് തണുത്ത് വരുന്ന സമയത്തുണ്ടല്ലോ, പഞ്ചസാരയെല്ലാം പഞ്ചസാര പോലെ കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നല്ല പോലെ ബബിൾസ് എല്ലാം വന്ന് കണ്ടില്ലേ, പാകമായി വന്നിട്ടുണ്ട്. 20 മിനിറ്റ് എടുത്തു. അപ്പോൾ ചെറിയ തീയിൽ 20 മിനിറ്റ് കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം കാജ എടുത്ത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഇപ്പോൾ ചൂടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി, കൂടുതൽ സമയം ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് ഷുഗർ സിറപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി.
ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. ഞാനെല്ലാം വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ആർക്കേലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്കിനി ബേക്കറിയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ധൈര്യമായിട്ട് നിങ്ങളെല്ലാവരും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്ക്. പെരുന്നാളിനല്ല, വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സായിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ അടിപൊളി റെസിപ്പിയാണ്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുത്തതിന് ശേഷം ഷുഗർ സിറപ്പിൽ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. കാജ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടും ശരിയായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.